ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഉണ്ണിമായാസ് സ്പെഷ്യൽ പ്രൗൺ റോസ്റ്റ്. ഈ ഡിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫേവററ്റ് ഡിഷാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. പിന്നെ ഒരു വാർണിംഗ് ഉണ്ടേ, ഞാൻ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി ഉണ്ണിമായ സ്പെഷ്യൽ പ്രൗൺ റോസ്റ്റ് വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വരൂ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇത് മീഡിയം സൈസുള്ള ചെമ്മീനാണ് കേട്ടോ. ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. വലിയുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 5 എണ്ണം. ഇത് കാന്താരി മുളകാണ്. ഇതൊരു പിടിയോളം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി വേണം. വേപ്പില കുറച്ചധികം വേണം കേട്ടോ. ഉള്ളി ചതച്ചെടുത്തതാണ്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, കൂടുതൽ അരഞ്ഞു പോകരുത്. ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തത്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. വേപ്പില, കാന്താരി മുളക്. നമുക്ക് ഉള്ളി ആദ്യം വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മൾ ചെറുതീരിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിയുടെയും തക്കാളിയുടെയും വെള്ളമാണ് ഇതിലുള്ളത്. ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ മതിയാകും. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. ഇത് പെർഫെക്റ്റായിട്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത്രയ്ക്ക് ഇതിന് നിങ്ങൾ അഡിക്റ്റ് ആയിപ്പോവും.